ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് പെൽവിക് ഗേർഡിൽ ഓർ ബോണി പെൽവിസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ വെർട്ടിബ്രൽ കോളം ആൻഡ് പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഈ ഒരു പെൽവിക് ഗേർഡിലിനെ കുറിച്ച് പറയുന്നത്. അപ്പം പെൽവിക് ഗേർഡിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രങ്കും ലോവർ എക്സ്ട്രീമിറ്റീസും ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്. അതാണ് പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗേർഡിൽ ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആക്സിയൽ സ്കെലട്ടന്റെ പാർട്ടായിട്ടാണ്. നമുക്കറിയാം സ്കെലട്ടനെ നമ്മൾ ആക്സിയൽ സ്കെലട്ടൺ എന്നും അപ്പൻഡിക്കുലർ സ്കെലട്ടൺ എന്നും തിരിച്ചിട്ടുണ്ട്. ഇതില് ആക്സിയൽ സ്കെലട്ടന്റെ പാർട്ടായിട്ടാണ് ഈ ഒരു ഗേർഡിൽ ഫോം ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സേക്രോം കോസിക്സും വെർട്ടിബ്ര ഉണ്ടല്ലോ, സേക്രോം കോസിക്സും നമ്മുടെ രണ്ട് ഇനോമിനേറ്റ് ബോൺസിനിടയിൽ വെഡ്ജ് ചെയ്തിരിക്കുന്ന പോലുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു പെൽവിക് ഗേർഡിൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ സിംഫൈസിസ് പ്യൂബിസുമായിട്ട് കൂടി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഗേർഡിൽ ആക്സിയൽ സ്കെലട്ടന്റെ പാർട്ടായിട്ടാണ് ഫോം ചെയ്യുന്നത്. സേക്രോ കോസിക്സും നമ്മുടെ രണ്ട് ഇനോമിനേറ്റ് ബോൺസിനിടയിൽ വെഡ്ജ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ സിംഫൈസിസ് പ്യൂബിസുമായിട്ട് കൂടി ആർട്ടിക്കുലേഷൻ വരുന്നുണ്ട്. ഇനി ഇതിന്റെ കാര്യം നോക്കുവാണെങ്കിലും ഈ ഒരു പെൽവിസിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രൂ പെൽവിസ്, ഒന്ന് ഫോൾസ് പെൽവിസ്. ഓക്കെ, ഈ ട്രൂ പെൽവിസിനെ തന്നെയാണ് നമ്മൾ പെൽവിക് ബേസിൻ എന്ന് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ ബ്രിമ്മിന്റെ താഴെയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഫോൾസ് പെൽവിസ് ഫോം ചെയ്തിരിക്കുന്നത് ഇലിയാക് ബോൺസ് വഴിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ബ്രിമ്മിന് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത് ഓർത്ത് വെക്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലിയം എന്ന് പറയുന്നത് എവിടെയാണ്, മുകൾ ഭാഗത്തായിട്ട് അപ്പർ പാർട്ടിലായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇലിയാക് ബോൺസ് വഴി ഫോം ചെയ്തിരിക്കുന്ന ഫോൾസ് പെൽവിസും അപ്പർ സൈഡിൽ ബ്രിമ്മിന് മുകളിലായിരിക്കും കാണപ്പെടുന്നത്. അതേസമയം നമ്മുടെ ട്രൂ പെൽവിസ് എന്ന് പറയുന്നതോ താഴെയായിരിക്കും. ഫോൾസ് പെൽവിസ് മുകളിലും ബ്രിമ്മിന് മുകളിലും, ട്രൂ പെൽവിസ് ബ്രിമ്മിന് താഴെയായിരിക്കും കാണപ്പെടുന്നത്. തിരിഞ്ഞു പോവരുത്. ഓക്കെ, ഇനി ഇൻലെറ്റ് ഓഫ് ട്രൂ പെൽവിസ് ഈസ് ദ ബ്രിം. ബ്രിം എന്ന് പറയുന്നത് നമ്മുടെ ട്രൂ പെൽവിസിന്റെ ആ ഒരു ഇൻലെറ്റ് ആണ് ബ്രിം എന്ന് പറയുന്നത്. അപ്പം ഇത് ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ സേക്രൽ പ്രൊമോൺട്രിയും ഇലിയോപെക്ടീനിയൽ ലൈനും അതുപോലെ തന്നെ പ്യൂബിക് ബോൺസിന്റെ ക്രസ്റ്റും കൂടെ ചേർന്നിട്ടാണ്. അപ്പൊ ട്രൂ പെൽവിസിന്റെ ഇൻലെറ്റ് അല്ലെങ്കിൽ ബ്രിം എന്ന് പറയുന്നത് ഫോം ചെയ്തിരിക്കുന്നത് സേക്രൽ പ്രൊമോൺട്രിയും ഇലിയോപെക്ടീനിയൽ ലൈനും അതുപോലെ തന്നെ പ്യൂബിക് ബോൺസിന്റെ ക്രസ്റ്റും കൂടി ചേർന്നിട്ടാണ്. ഇനി അതേസമയം ഔട്ട്ലെറ്റ് ആണെങ്കിലോ, ഔട്ട്ലെറ്റ് ഫോം ചെയ്തിരിക്കുന്നത് കോസിക്സും താഴെയുള്ള കോസിക്സും ഇഷ്യൽ ട്യൂബറോസിറ്റിയും കൂടെ ചേർന്നിട്ടാണ്. അത് രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അതിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെൽവിക് ഇൻലെറ്റിന്റെയും പെൽവിക് ഔട്ട്ലെറ്റിന്റെയും കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നോക്കിയ സേക്രൽ പ്രൊമോൺട്രിയും ഇലിയോപെക്ടീനിയൽ ലൈനും പ്യൂബിക് ബോൺസിന്റെ ക്രസ്റ്റും ഒക്കെ ചേർന്നിട്ടാണ് ഇൻലെറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. ഔട്ട്ലെറ്റ് ആണെങ്കിൽ നമ്മുടെ കോസിക്സും ഇഷ്യൽ ട്യൂബറോസിറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നമ്മുടെ മെയിൽ പെൽവിസും ഫീമെയിൽ പെൽവിസും ആ ഒരു പിക്ചേഴ്സ് ഡിഫറൻസ് ഒന്നും കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പെൽവിക് ഇൻലെറ്റ് ഫീമെയിൽസിന്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ചുകൂടി ബ്രോഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.